എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോളേ ഇന്ന് പറയുന്നത് എക്സസൈസ് വീഡിയോ എല്ലാവരും കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷം, നന്ദിയുണ്ട് കേട്ടോ. അപ്പം വീണ്ടും എൻ്റെ വീഡിയോസൊക്കെ കാണുക. ഇന്നിപ്പോൾ പറയാൻ വരുന്ന വിഷയമെന്ന് പറയുന്നത്, നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ശരിയാണ്, നല്ലതാണ്. എന്നാൽ വീട്ടിൽ തന്നെ നമുക്ക് അടുക്കളപ്പണിയിലൂടെ എക്സസൈസ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ നമ്മൾ അമ്മിക്കല്ലിൽ അരച്ച് തുടങ്ങിയ ഒരു എക്സസൈസ് തുടങ്ങിയാലോ? ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അമ്മിക്കല്ലിൽ അരയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് എൻ്റെ ഒരു എക്സസൈസ്. കാരണം ഇങ്ങനെ കൈ വിരിച്ചെടുക്കുക, അടുപ്പിച്ച് കൊണ്ടുവരിക, പിന്നെ കൈ ഇങ്ങനെ വയ്ക്കുക, അല്ലേ? അതാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ പണ്ടൊക്കെ എന്ന് പറയുന്നത് കുറച്ച് അംഗങ്ങൾ കൂടുതലുള്ള വീട്ടിലാണെങ്കിൽ കുറച്ചധികം മുളക്, കുറച്ചധികം തേങ്ങ, കുറച്ചധികം മല്ലി, പിന്നെ ഒരു തുണ്ട് വലിയ മഞ്ഞളിൻ്റെ കഷ്ണം, ഇത്രയെങ്കിലും നീളം ഉണ്ടാവും മഞ്ഞളിന്, അതുകൂടെ വെച്ചിട്ട് ആദ്യം മഞ്ഞൾ വെക്കുക, കല്ലെടുത്ത് കുത്തി കുത്തി ചതയ്ക്കുക, അതിനുശേഷം ഈ മുളക് ചതയ്ക്കുക. ഇത് രണ്ടും കൂടി മാറ്റി വെച്ചതിന് ശേഷം കുതിർത്ത മല്ലി ഒന്ന് കുത്തി ചതച്ചതിന് ശേഷം ഇവർ ഈ മല്ലിയും മഞ്ഞളും കൂടിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ അരയ്ക്കുന്നത്. ഭയങ്കരമായിട്ട് അരച്ചങ്ങോട്ട് ഇങ്ങനെ എടുത്തു കഴിയുമ്പോഴാണ് അതൊന്ന് അരഞ്ഞു കിട്ടുന്നത്. അതിനുശേഷമാണ് മുളകും തേങ്ങയും ഒക്കെ വെച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ആൾക്കാർ അധികം ഉള്ള വീട്ടിലാണ് ഇങ്ങനെ അരച്ചരച്ചരച്ചരച്ച് കൈക്ക് നല്ല ആയുസ്സാണ് കിട്ടുന്നത്, പേശികൾക്ക് നല്ല ബലം കിട്ടും. അതുപോലെ നമ്മുടെ ഹൃദയത്തിനെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉള്ള ഒരു കഴിവുണ്ടാവും. അപ്പം എന്താണ്, ഈ ഒരു എക്സസൈസിലൂടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായി നടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അരച്ച് വരുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഈ ഭാഗത്ത് ഇങ്ങനെ ചരിച്ച് വെച്ചുകൊണ്ട് എടുത്താണ് നമ്മൾ പിന്നെ ഈ ഭാഗം ചരിഞ്ഞ് ഇങ്ങനെ നിന്ന് അരയ്ക്കാൻ തുടങ്ങും. അത്രയും ക്ഷീണിക്കും. ഇപ്പോൾ എല്ലാ വീട്ടിലും ന്യൂക്ലിയർ കുടുംബമാണ്, അതായത് 2-3 പേരൊക്കെയാണ് ഒരു വീട്ടിലുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ കറിക്കൂട്ടാൻ അരച്ചെടുക്കുക. അപ്പോൾ അത് കല്ലിലാണെങ്കിൽ എത്ര നന്നായിരിക്കും, നമ്മുടെ പേശികൾക്ക് നല്ല ബലം കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കലോറി അങ്ങനെ ഒരു കത്തിപ്പോയിക്കൊണ്ടിരിക്കും നമ്മൾ അരയ്ക്കുന്ന ആ എക്സസൈസിലൂടെ. അപ്പോൾ ചോദിക്കും ജിമ്മിലൊന്നും പോകണ്ടേന്ന്. ജിമ്മിൽ പോകാൻ സമയം കണ്ടെത്തിക്കൊണ്ട് പൊയ്ക്കോളൂ, അവിടെ നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ കിട്ടും. എന്നാൽ ഈ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് സൂപ്പറാണ്. അതായത് നമ്മുടെ വീട്ടു ജോലി വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനി തുടർന്ന് നിങ്ങൾ വീഡിയോ കേൾക്കുക. എൻ്റെ എക്സസൈസ് വീഡിയോ എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഞാൻ ഇട്ട് തരുന്നതാണ്. അതും നിങ്ങൾ കാണുക, സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് വീഡിയോ കേട്ടോളൂ. സർവൻറ്റിനെ ഈ പണികളൊക്കെ ഏൽപ്പിച്ച്, ഇനിയിപ്പം അടുക്കളയിൽ മിക്സി തന്നെയാണ് അരയ്ക്കുന്നത്, അത് തന്നെ കറക്കി നുറുക്കുക, മീൻ വെട്ടുക, അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇട്ടേക്കുന്ന തുണികളെടുത്ത് അശയിലിടുക, ഇതൊക്കെ തന്നെ സെർവൻറ്റിനെ ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മുടെ ആരോഗ്യം നമ്മൾ ആർക്കാണ് കൊടുക്കുന്നത്? നമ്മൾ സെർവൻറ്റിന് കൊടുത്തിട്ട് പോകാം. നമ്മുടെ ആരോഗ്യം കൂടി സെർവൻറ്റിന് കൊടുത്ത്, സെർവൻറ്റിൻ്റെ ഉള്ള ആരോഗ്യവും പിന്നീട് നമ്മൾ കൊടുക്കുന്ന ആരോഗ്യം കൂടി അവരങ്ങ് നല്ല ആരോഗ്യത്തോടെ നടക്കും. ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മളെക്കാട്ടി പ്രായമുള്ള ആൾക്കാരാണ് നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നത്, അല്ലേ? അവർക്ക് എവിടുന്ന് കിട്ടി ജോലി ചെയ്യാനുള്ള ഊർജം? അവരുടെ കഷ്ടപ്പാട് കൊണ്ടാണെന്ന് നിങ്ങൾ പറയും ഇതൊക്കെ വന്ന് ചെയ്യുന്നു. ഒരിക്കലുമല്ല. അവർക്ക് കഷ്ടപ്പാടാണെങ്കിലും രോഗം വന്നാൽ അവർക്ക് തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെത്താൻ സാധിക്കില്ല. അപ്പോൾ ഒന്ന് ചിന്തിക്കൂ, നമ്മൾ ചെയ്യുന്നത് തികച്ചും തെറ്റാണ്. നമ്മുടെ ആരോഗ്യത്തെ നമ്മുടെ സെർവൻറ്റിന് കൊടുത്തിട്ട് നമ്മൾ രോഗിയായിട്ട് വീട്ടിലിരിക്കുകയാണ്. എനിക്കൊന്നുമില്ല, ചേച്ചിക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇത് ചേച്ചി എപ്പോഴും ഇങ്ങനെ വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൽ നിന്ന് സാധിക്കുന്നു. അപ്പോൾ ചോദിക്കും, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, അടുക്കള ജോലി ചെയ്യണം. അടുക്കള ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഉന്മേഷവും ആ ഒരു ആരോഗ്യവും ഒക്കെ നമുക്ക് ഒരിക്കലും ഒരു ജിമ്മിൽ നിന്നും കിട്ടില്ല കേട്ടോ. കുറേ ഫ്രണ്ട്സിനെ കിട്ടും, പക്ഷേ നമുക്ക് ഇത്ര കണ്ട ആരോഗ്യം ആ ഒരു ഊർജവും നമുക്ക് അടുക്കളയിൽ നിന്നല്ലാതെ മറ്റൊരിടത്തു നിന്നും കിട്ടില്ല. പിന്നെ എന്താ, രുചിയുള്ള ഭക്ഷണം നമുക്ക് കഴിക്കാം, നമ്മുടെ പേരൻസിന് കഴിക്കാം, നമ്മുടെ ഹസ്ബൻഡിന് കഴിക്കാം, കുട്ടികൾക്ക് കഴിക്കാം. അങ്ങനെ കൂടി ചിന്തിക്കുക. ഇത് രണ്ടാമത്തെ കാര്യം. ഇനി പൊണ്ണത്തടിയുടെ കാര്യം. എങ്ങനെയാണ് ഈ പൊണ്ണത്തടി ഉണ്ടാകുന്നത്, അല്ലേ? തിരക്ക് പിടിച്ച ജീവിതമാണ്. രാവിലെ എഴുന്നേറ്റ് വരിക, ബ്രഷ് ചെയ്യുക, കുട്ടികളെ കുളിപ്പിക്കുക, അവരുടെ ഡ്രസ്സ് അയൺ ചെയ്ത് കൊടുക്കുക, ഇത്രയൊക്കെ ചെറിയ ചെറിയ പരിപാടികളാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കുള്ളത്.
എന്നിട്ട് പിന്നെ എന്താ, അവരെയും പെട്ടെന്ന് ഒരിക്കൽ ഓഫീസിലേക്ക് സ്വന്തമായി കാറോടിച്ച് പോവുക, അല്ലെങ്കിൽ സ്കൂട്ടർ ഓടിച്ച് പോവുക. എന്നിട്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ കമ്പ്യൂട്ടറിൻ്റെ മുൻപിൽ ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഇതല്ലേ പരിപാടി. എന്നാൽ നമ്മൾ വീട്ടുജോലി ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വാഷിംഗ് മെഷീനിൽ നിന്ന് ഉണങ്ങിയ തുണികൾ എടുത്ത് അശയിലിടുമ്പോൾ കൈ കണ്ടോ എത്ര പ്രാവശ്യമാണ്? ഒരു ഡ്രസ്സ് ഇട്ടാൽ മതിയോ? പോരാ. ഷർട്ട്, മുണ്ട്, കുട്ടികളുടെ ഉടുപ്പ്, നമ്മൾ ഉപയോഗിച്ച ഉടുപ്പ്, നമ്മൾ പുറത്ത് പോയ ഉടുപ്പ്, അപ്പോൾ എത്ര പ്രാവശ്യമാണ് താഴെ നിന്നെടുത്ത് നമ്മൾ മുകളിലേക്ക് ഇടുക? ബക്കറ്റിലിരിക്കുന്ന തുണി ഇങ്ങനെ എടുക്കുക, അശയിലിടുക. ശരിയല്ലേ? അപ്പോൾ ഇതിലൂടെ എത്രമാത്രം കലോറിയാണ് എരിഞ്ഞു തീരുന്നത്. അത് മൂന്നാമത്തെ കാര്യം. ഇനി ലാസ്റ്റ് ഒന്നേ പറയാനുള്ളൂ, നമ്മുടെ വീട്ടിലെ ജോലികൾ കഴിവതും നമ്മൾ തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ സെർവൻറ്റിന് കൊടുക്കുന്ന ക്യാഷ്, ഒരു ദിവസം 500 വെച്ച് കൊടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ മാസ ശമ്പളമായി കൊടുക്കുന്നവരുണ്ട്, 600, 700 അങ്ങനെ പോകുന്ന കണക്ക്. അതൊരു മാസമാകുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ആ ഒരു പണത്തിൻ്റെ സ്രോതസ്, അതും നമ്മുടെ ബാങ്കിൽ സുരക്ഷിതമായിരിക്കുന്നു. പെട്ടെന്നൊരാവശ്യത്തിന് നിങ്ങൾ ഇതെല്ലാം കഴിഞ്ഞ് സേവ് ചെയ്ത പൈസയോടൊപ്പം ഈ കൊടുക്കുന്ന തുകകളും നിങ്ങൾക്ക് മിച്ചം. പിന്നെയോ നല്ല ഒരു ആരോഗ്യം മിച്ചം, സൗന്ദര്യം മിച്ചം, രോഗങ്ങളില്ല, ദുരിതങ്ങളില്ല. ശരിയല്ലേ? അപ്പോൾ ഞാൻ പറയുന്നത് പോലെ വീട്ടുജോലികൾ നിങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ പഠിച്ചവരാണ്, പഠിച്ചു ഹോസ്റ്റലിൽ പോയി നിന്നു, അങ്ങനെ നിൽക്കെ വരുമ്പോഴത്തേക്ക് വീട്ടിലെ അമ്മ വെച്ച് വിളമ്പി കൊടുത്തത് കഴിച്ചും ഹോസ്റ്റലിലെ ഫുഡും കഴിച്ച് ഒന്നും അറിയാത്ത കുഞ്ഞുങ്ങളായിരിക്കും നിങ്ങൾ. എന്നാലും പതുക്കെ പതുക്കെ നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങളുടെ ജോലി വളരെ നിസ്സാരമാണ്. ഈ അടുക്കള ജോലി എന്ന് പറയുന്നത് വളരെ നിസ്സാരമാണ് കേട്ടോ. അപ്പോൾ അതിലൂടെ വ്യായാമമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്തോളൂ. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.